അരാജകത്വങ്ങളും കൊടുകുത്തി വാഴുകയാണ്. രാഷ്ട്രീയപരമായും സാമൂഹികപരമായും എല്ലാ നിലവാരത്തിലും നോക്കിയാൽ എല്ലാ മേഖലയിലും മൂല്യച്യുതികളാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കോളേജിൽ ചെന്നാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്നാൽ അവിടെ കലാലയ രാഷ്ട്രീയപരമായ കൊലപാതകങ്ങളും അക്രമങ്ങളുമാണ്. നമ്മളൊരു ആശുപത്രിയിലേക്ക് ചെന്നാൽ അവിടെ ഡോക്ടർ നരഭ്രാന്തനെ പോലെ വേട്ടയാടുകയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളത് മനസ്സിലാക്കിയതാണ്. വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു അധ്യാപകനെ നമുക്കറിയാം. അങ്ങനെ നമുക്കറിയാം ആശുപത്രികളിലും സാംസ്കാരിക രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തുമൊക്കെ അക്രമങ്ങളും അനീതികളുമാണ്. ഒരിടത്തും സമാധാനമില്ല. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ഒരിട്ട് സമാധാനത്തിന് വേണ്ടി, ഒരിട്ട് ആശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നിർമ്മിതികളും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്റെ സംവിധാനങ്ങളും ഒക്കെ അമ്പമ്പെ പരാജയപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു ഭോഷനെ പോലെ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം ഈ അക്രമങ്ങളും അനീതികളും അരാജകത്വങ്ങളും നടക്കുമ്പോൾ മനുഷ്യനെ മാറ്റുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പൊതുജീവനം നൽകുന്ന, അവന്റെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവനെ കൊണ്ടുവരുന്ന ഉലകത്തിൽ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ അതുല്യമായ സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇവിടെ രക്തപ്പുഴകൾ ഒഴുക്കിയും ചോര